വ്യാഴാഴ്ച വൈകിട്ടാണ് കൊട്ടിയൂർ വനമേഖലയിലെ മഞ്ഞളാമ്പുഴയിൽ ആദിവാസി മൂപ്പൻ ഗോപാലൻ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലെത്തിച്ച ഗോപാലന്റെ മൃതദേഹം ബന്ധുക്കൾ നേരെ കൊണ്ടുപോയത് കൊട്ടിയൂർ ഈസ്റ്റ് വനത്തിനുള്ളിലേക്കാണ്. തലച്ചുമടായി ഇവിടെ എത്തിച്ച മൃതദേഹം വനത്തിനുള്ളിൽ കുഴികുത്തി സംസ്കരിക്കുകയായിരുന്നു. അമ്പായത്തോട് താഴെ പാൽച്ചുരം കോളനിക്കാർക്ക് ഇത് ആദ്യാനുഭവമല്ല. സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയോ പഞ്ചായത്ത് വക പൊതുശ്മശാനമോ ഇല്ലാത്തതിനാൽ കോളനിയിൽ ആര് മരിച്ചാലും സംസ്കരിക്കുന്നത് വനത്തിനുള്ളിലാണ്. 75 സെന്റ് ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന കോളനിയിൽ 35-ലധികം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്ത കോളനിക്കാരുടെ മൃതദേഹം കാട്ടിനുള്ളിൽ മറവ് ചെയ്യുന്നതിന് വനം വകുപ്പിന്റെ മൗനാനുവാദവുമുണ്ട്. 14 പട്ടികവർഗ കോളനികളാണ് കൊട്ടിയൂർ പഞ്ചായത്തിൽ ആകെയുള്ളത്. ഇവയെല്ലാം വനാതിർത്തിയിലോ പുഴയരികിലെ പുറമ്പോക്ക് ഭൂമിയിലോ ആണ് സ്ഥിതി ചെയ്യുന്നത്. ആദിവാസികളെ സംസ്കരിക്കാൻ പൊതുശ്മശാനമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും ഇന്നും വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന കൊടുങ്കാട്ടിൽ തന്നെയാണ് ഇവർക്ക് അന്ത്യനിദ്ര. സുനിൽ ഐസക്, മീഡിയ 1, കണ്ണൂർ.